ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഇതിന് മുമ്പുള്ള ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണേ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു ചാപ്റ്റർ ആണിത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു നാടകത്തിലെ സംഭാഷണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അച്ഛാ, ഈ സ്വേച്ഛാധിപത്യം നമ്മൾ എത്ര നാൾ സഹിക്കും? നീലം മുതലാളിമാർ നമ്മെ സ്വന്തം മണ്ണിൽ വെറും അടിമകളാക്കിയിരിക്കുന്നു. നമ്മുടെ അവകാശങ്ങൾക്കായി നാം ഉണർന്നു പോരാടേണ്ടിയിരിക്കുന്നു. എൻ്റെ മകനെ, നമ്മുടെ കഷ്ടപ്പാടുകൾ വലുതാണ്, എന്നാൽ നമ്മുടെ ഐക്യം അതിനേക്കാൾ വലുതാണ്. കർഷകർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രം എന്ന നിലയിലും നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. നമ്മൾ ദുർബലരല്ല, നമുക്ക് ചെറുത്തു നിൽക്കുവാനും നമ്മുടെ അന്തസ് വീണ്ടെടുക്കുവാനും കഴിയും എന്ന് നാം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അതേ, നോബിൻ പറയുന്നത് ശരിയാണ്. നാം വളരെ കാലമായി നിശബ്ദരാണ്. ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നമ്മുടെ പൂർവികർ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി, ഭാവി തലമുറകൾക്കായി നമുക്കൊന്നിച്ചു പോരാടാം. മുകളിൽ നൽകിയ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ബംഗാളി സാഹിത്യകാരനും സാമൂഹിക പരിഷ്കർത്താവുമായ ദീനബന്ധു മിത്ര രചിച്ച നീൽദർപ്പൺ എന്ന നാടകത്തിലെ ഭാഗമാണിത് കേട്ടോ. അപ്പോൾ ബംഗാളി സാഹിത്യകാരനും സാമൂഹിക പരിഷ്കർത്താവുമായ ദീനബന്ധു മിത്ര രചിച്ച നാടകമാണിത് നീൽദർപ്പൺ കേട്ടോ. ഈ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭാഷണമാണ് നമ്മൾ മുകളിൽ കണ്ടത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പറഞ്ഞാലേ, നീൽദർപ്പൺ എന്ന കൃതി രചിച്ചതാരാന്ന് ചോദിച്ച് ദീനബന്ധു മിത്രാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നീലം തോട്ടമുടമകളുടെ ചൂഷണത്തിനെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതകളാണ് ഇതിൽ എടുത്തു പറയുന്നത്. ഈ സംഭാഷണത്തിൽ എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് വിദേശാധിപത്യത്തിനെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകത, അതുപോലെ സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ള മോചനം, അതുപോലെ ഐക്യത്തോടെ ഒന്നിച്ചു നിന്ന് ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. നമുക്കറിയാം, രാജാക്കന്മാരായിരുന്നു അല്ലേ ഓരോ നാട്ടുരാജ്യത്തും ഭരണം നടത്തിയിരുന്നത്. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും നമ്മുടെ ഓരോ നാട്ടുരാജ്യങ്ങൾ തമ്മിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ദേശീയത ശക്തമാകുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സൈഡിലുള്ള ബോക്സിൽ എന്താ തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ ദാദാഭായ് നവറോജിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തി കൊണ്ടുപോകുന്നുവെന്ന് തൻ്റെ നിരീക്ഷണം ചോർച്ചാ സിദ്ധാന്തം എന്ന അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പം എന്താണ്? ദാദാഭായ് നവറോജിയുടെ ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തി കൊണ്ടുപോകുന്നുവെന്ന് തൻ്റെ നിരീക്ഷണം ചോർച്ചാ സിദ്ധാന്തം കേട്ടോ. ഈ ഒരു നിരീക്ഷണത്തെ പറയുന്നത് അദ്ദേഹം ഈ പുസ്തകത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജിയാണ്. പിന്നെന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതും ദാദാഭായ് നവറോജിയാണ് കേട്ടോ. ഇനി അടുത്ത ഹെഡിങ് ആണ് സാമ്പത്തിക നയം. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെക്കുറിച്ചും അവർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി.
സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യത്തിനൊക്കെ കാരണമായി. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാഭായ് നവറോജിയും ആർ.സി. ദത്ത്, മഹാദേവ് ഗോവിന്ദ് റാനഡെ തുടങ്ങിയവരാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളായിരുന്നു ഇവർ. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളൊക്കെ ശേഖരിക്കുന്ന കോളനിയായും അതുപോലെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്നും തുച്ഛമായ വിലക്ക് അസംസ്കൃത വസ്തുക്കളൊക്കെ ശേഖരിച്ച് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യായിരുന്നു. അവിടെ നിന്നാണ് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഉയർന്ന വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ അത് വിറ്റഴിക്കുക എന്നുള്ളൊരു ബിസിനസ് തന്ത്രമായിരുന്നു അവരുടേത്, ബ്രിട്ടീഷുകാരുടേത് കേട്ടോ. അതായത് സാമ്പത്തിക ചൂഷണമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനായി ഇവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും അതുപോലെ ദാരിദ്ര്യത്തിനൊക്കെ കാരണമായി. തൽഫലമായി കർഷകരും, കൈവേലക്കാർ, അതുപോലെ ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ആരൊക്കെയാണ്? ദാദാഭായ് നവറോജിയുണ്ട്, ആർ.സി. ദത്തുണ്ട്, അതുപോലെ എം.ജി. റാനഡെയും മഹാദേവ് ഗോവിന്ദ് റാനഡെ തുടങ്ങിയവരാണ്. ഇവരൊക്കെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളായിരുന്നു. പാശ്ചാത്യ വിദ്യാഭ്യാസം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിരസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും അതുപോലെ തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ സൃഷ്ടിക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരോ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയൊക്കെ കുറിച്ച് അവബോധമുള്ളവരായി മാറി എന്നാണ് പറഞ്ഞത്. ഇവരൊക്കെയാണ് പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിലേക്കൊക്കെ തിരിഞ്ഞത്. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷുകാർ ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിയിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലും അതുപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൊക്കെ അറിവ് നേടിയ ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ളൊരു പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. അപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിയിച്ചു. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന് ആദ്യകാല നേതാക്കൾ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്? ദാദാഭായ് നവറോജി, എം.ജി. റാനഡെ, ആർ.സി. ദത്ത്. എം.ജി. റാനഡെയും അതുപോലെ ആർ.സി. ദത്തിൻ്റെയും ഒക്കെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഹെഡിങ് ആണ് സാഹിത്യവും പത്രങ്ങളും. ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ തലയടിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായിരുന്നു. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിന് പ്രധാന പങ്കുവഹിച്ചു. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദീനബന്ധു മിത്ര, അതുപോലെ ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരായിരുന്നു അന്നത്തെ കാലത്തെ സാഹിത്യകാരന്മാർ. ഇവരുടെ കൃതികളൊക്കെ ജനങ്ങളിൽ ദേശീയബോധം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളത് എന്താണ്? പ്രധാന ദേശീയ സാഹിത്യകാരൻ അവരുടെ ഭാഷയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ബംഗാളി ഭാഷയിലായിരുന്നു കൃതികൾ എഴുതിയിരുന്നത്.
ലക്ഷ്മിനാഥ് ബസ് ബറുവ എന്ന് പറഞ്ഞ ആസാമീസ് സാഹിത്യകാരനായിരുന്നു. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ആരായിരുന്നു? മറാത്തി ഭാഷയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നോട്ട് ചെയ്യണേ ഓരോന്നും. എന്താണ് പറഞ്ഞത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ബംഗാളി സാഹിത്യകാരന്മാരായിരുന്നു. ലക്ഷ്മിനാഥ് ബസ് ബെറുവ അതാരാണ്? ലക്ഷ്മിനാഥ് ബസ് ബെറുവ ആസാമീസ് സാഹിത്യകാരനാട്ടോ. ലക്ഷ്മിദാസ് ബസ് ബെറുവ ആസാമീസ് ഭാഷയിലാണ് കൃതികൾ എഴുതിയിരുന്നത്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ആയിരുന്നു? മറാത്തി സാഹിത്യകാരനാട്ടോ. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയാട്ടോ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിലായിരുന്നു കൃതികൾ എഴുതിയിരുന്നത്. ഇനി ആരാണ്? ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അതുപോലെ പ്രേംചന്ദ്, ഇവർ രണ്ടുപേരും ഹിന്ദി സാഹിത്യകാരന്മാരാട്ടോ. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അതുപോലെ പ്രേംചന്ദ് ഹിന്ദി സാഹിത്യകാരന്മാരാണ്. അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു സാഹിത്യകാരനാണ്. അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു സാഹിത്യകാരനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ നമുക്കറിയാം, മലയാളി സാഹിത്യകാരനാണ് അല്ലേ. അപ്പോൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു നോക്കാം. സുബ്രഹ്മണ്യ ഭാരതി തമിഴ് കൃതികൾ എഴുതിയിരുന്ന തമിഴ് സാഹിത്യകാരനാണ്. അതുപോലെ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അതുപോലെ പ്രേംചന്ദും ഹിന്ദി സാഹിത്യകാരന്മാരാണ്. അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു സാഹിത്യകാരനാണ്. അതുപോലെ വള്ളത്തോൾ നാരായണ മേനോൻ മലയാളി സാഹിത്യകാരനാണ്. ഇനി ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് കേട്ടോ. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദിയും അതുപോലെ പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബറും കേട്ടോ. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ? സംവാദ് കൗമുദി ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ എഴുതിയാണ്. സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലുള്ള പത്രമാണ്. അതുപോലെ പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ് മിറാത്തുൽ അക്ബർ. രാജാറാം മോഹൻ റോയുടെ 2 പത്രങ്ങൾ ഏതൊക്കെയാണ്? മിറാത്തുൽ അക്ബറും അതുപോലെ എന്താണ്? സംവാദ് കൗമുദി കേട്ടോ. ഇനി ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങളാണ് ഇനി കൊടുത്തിട്ടുള്ളത്. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലുള്ളൊരു പത്രാട്ടോ. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലുള്ള പത്രമാണ്. ദ ഹിന്ദു, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ഇത് രണ്ടും ഇംഗ്ലീഷിലുള്ള പത്രങ്ങളാണ്. ദ ഹിന്ദു അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷിലുള്ളതാണ്. അതുപോലെ മാതൃഭൂമിയും അതുപോലെ അൽ അമീനും മലയാളത്തിൽ നിന്നുള്ള കേട്ടോ. മലയാള പത്രങ്ങളാണ് മാതൃഭൂമിയും അൽ അമീനും. അപ്പോൾ ഏതൊക്കെയാണ്? അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലാണ്. ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഇംഗ്ലീഷ് പത്രങ്ങളാണ്. അതുപോലെ മാതൃഭൂമി, അൽ അമീൻ എന്നത് മലയാളം പത്രങ്ങളുമാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങൾ എന്താണ്? അവർക്കെതിരെയുള്ള പ്രചാരണ ആയുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടതാണെന്ത്? ലിട്ടൻ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം. ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ ഒരു വർത്തമാന പത്രങ്ങളെയൊക്കെ അവർക്കെതിരെയുള്ള പ്രചാരണ ആയുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടത് ഇതാണ്, ലിട്ടൻ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം കേട്ടോ. നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൻ പ്രഭു ആണ്. നാട്ടുഭാഷാ പത്ര നിയമം ലിട്ടൻ പ്രഭു. നോട്ട് ചെയ്യണേ. ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു. അടുത്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. അപ്പോൾ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാൻ വേണ്ടി ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു എന്നാണ് പറയുന്നത്. സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ആരൊക്കെയാണ്? രാജാറാം മോഹൻ റോയ് ആണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആട്ടോ. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ഒരു ബഹുഭാഷ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിനൊക്കെ തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇദ്ദേഹം 1772 ബംഗാളിലാണ് ജനിച്ചത്. അപ്പോൾ എന്നാണ് വർഷം? 1772 രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത് ബംഗാളിലാണ് കേട്ടോ.
ജനിച്ചത്. അപ്പോൾ ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു കേട്ടോ. ഇദ്ദേഹത്തെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങളൊക്കെ സ്വാധീനിച്ചിരുന്നു. ഇനി രാജാറാം മോഹൻ റോയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു അല്ലേ. നമ്മുടെ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഹിന്ദു വിശ്വാസികൾക്കിടയിലുള്ള ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു ആചാരമായിരുന്നു സതി. അത് നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ഇനി ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ഇദ്ദേഹം ആരംഭിച്ചു. അതുപോലെ ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. പിന്നെന്തൊക്കെയാണ്? ഈ ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. പിന്നെന്താണ്? വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകളൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആട്ടോ. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ഇനി ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. പിന്നെന്താണ്? സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. പിന്നെ വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അടുത്തത് ജ്യോതിറാവ് ഫുലെയാണ്. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതിയിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവ് ഫുലെ. മഹാരാഷ്ട്രയിലെ സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവ് ഫുലെ. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും അതുപോലെ സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ജ്യോതിറാവ് ഫുലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക സമാജം എന്ന സംഘടനയ്ക്ക് ഇദ്ദേഹം രൂപം നൽകി. സത്യശോധക സമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാരാണ്? ജ്യോതിറാവ് ഫുലെ ആട്ടോ. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ ഒരു സംഘടനയുടെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നു? വിധവാ വിവാഹം നടപ്പിലാക്കുക, അതുപോലെ വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനായിട്ടോ ഈ ഒരു സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. പിന്നെന്താണ്? സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. അപ്പം മഹാരാഷ്ട്രയിലുള്ള ജനങ്ങൾ ഇദ്ദേഹത്തെ മഹാത്മാ എന്നാണ് വിളിച്ചത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫുലെയും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവ് ഫുലെ. ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക സമാജം. ഇതിൻ്റെ പ്രധാന പ്രവർത്തനം എന്തായിരുന്നു? വിധവാ വിവാഹം നടപ്പിലാക്കുക, അതുപോലെ വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. പിന്നെന്താണ്? സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ ആദരസൂചകമായിട്ട് മഹാത്മാ എന്നാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെന്താണ്? അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായിട്ടുള്ള സാവിത്രിബായി ഫുലെയും ഒപ്പമുണ്ടായിരുന്നു. പിന്നെന്താണ്? നിരവധി പള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ടാണ് സാവിത്രിബായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹത്തിനോടൊപ്പം പങ്കാളിയായത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പണ്ഡിത രമാബായിയെ കുറിച്ചാണ്. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. അപ്പോൾ പണ്ഡിത എന്ന പദവി നൽകിയത് ആരാണ്? കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ് കേട്ടോ. ഇവരുടെ സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബഹുമതി ഇവർക്ക് നൽകിയത്. പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പോൾ ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആട്ടോ. ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. അപ്പോൾ വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദൻ എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു.
അപ്പം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. പിന്നെന്താണ്? വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം എന്ന അഭയ കേന്ദ്രം. പിന്നെന്താണ്? സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതി കേട്ടോ. ഇവ 3 ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിന് ഇവർ പങ്കെടുത്തിരുന്നു. അപ്പോൾ 1889 ബോംബെയിൽ വെച്ച് നടന്ന INCയുടെ സമ്മേളനത്തിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ഡിത രമാബായി ആരാണ്? സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമാണ്. അതുപോലെ കർണാടക സ്വദേശിയാണ് ഇവർ കേട്ടോ. സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകളൊക്കെ ഇവർ സ്വായത്തമാക്കിയിരുന്നു. സംസ്കൃത സാഹിത്യത്തിലുള്ള ഇവരുടെ പാണ്ഡിത്യം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരെ ഇവരെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. ഇനി പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും അതുപോലെ വിധവകളുടെ പെൺകുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾക്കായിട്ട് ഇവർ സ്ഥാപിച്ചൊരു സംഘടനയാണ് ആര്യ മഹിളാ സമാജം. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ഇത് നോട്ട് ചെയ്യട്ടോ. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം എന്ന അഭയ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. പിന്നെ നോട്ട് ചെയ്യാനുള്ളത് 1889 നടന്ന ബോംബെയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ ഇവർ പങ്കെടുത്തിരുന്നു. ഇനി ഇവിടെ കുറച്ച് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവരുടെ സ്ഥാപകരെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രാർത്ഥനാ സമാജം ആരുടെ? ആത്മാറാം പാണ്ഡുരംഗ് കേട്ടോ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ആര്യ സമാജം. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലാവ്സ്കിയും അതുപോലെ കേണൽ ഓൽക്കോട്ടും കേട്ടോ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. എന്തൊക്കെയാണ്? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആര്യസമാജ് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അലിഗഡ് പ്രസ്ഥാനം സെയ്ദ് അഹമ്മദ് ഖാനാണ്. അതുപോലെ തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവ്സ്കിയും അതുപോലെ കേണൽ ഓൽക്കോട്ടും. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP ശ്രീനാരായണ ഗുരുവാണ്. ഇനി സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. നോട്ട് ചെയ്യണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇങ്ങനെയുള്ള സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളർന്നു. ഇത് ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. ഇങ്ങനെ ആവിർഭവിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ സംഘടനകളൊക്കെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി. ഇപ്പം ഗതാഗതവും വാർത്താവിനിമയവും, വ്യാപാരം, വ്യവസായം, സൈനികാവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പിത്തപാലും ഇവർ ആരംഭിച്ചു. ചരക്കു നീക്കം എളുപ്പത്തിനാക്കാനും റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു. അപ്പോൾ വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളൊക്കെ വിപുലീകരിച്ചിരുന്നു അല്ലേ. റെയിൽവേയും അതുപോലെ പോസ്റ്റൽ സംവിധാനവും കമ്പിത്തപാലൊക്കെ ഇവർ ആരംഭിച്ചതാണ്. ഇവരുടെ ആവശ്യങ്ങൾക്കായിട്ടില്ലേ. അവരുടെ ചരക്കു നീക്കം എളുപ്പത്തിലാക്കാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇതെന്താണ്? ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്തുവാനും പരസ്പരം മനസ്സിലാക്കാനൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. പിന്നെന്താണ്? ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു. അടുത്തതാണ് രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിന്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. അവയിൽ ചിലതാണ് ഇനിയിവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ പ്രവർത്തന കേന്ദ്രവും അതുപോലെ നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിലാണ് രൂപം കൊണ്ടത്. സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസു ആണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിലാണ്. അതുപോലെ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ് ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപക നേതാക്കൾ. ഇനി മദ്രാസ് മഹാജൻ സഭ ആരാണ്? എം വീരരാഘവാചാര്യാണ്. അതുപോലെ ജി സുബ്രഹ്മണ്യ അയ്യരുണ്ട്. അതുപോലെ ആനന്ദ ചാർലു. ഇവർ മദ്രാസായിരുന്നു ഇതിൻ്റെ പ്രവർത്തന കേന്ദ്രം. മദ്രാസ് മഹാജൻ സഭ മദ്രാസിലാണ്. എം വീരരാഘവാചാര്യ, അതുപോലെ ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ഇനി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിലാണ്. ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്, അതുപോലെ ബദറുദ്ദീൻ തിയാബ്ജി. ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്, ബദറുദ്ദീൻ തിയാബ്ജി ഇവർ 3 പേരുമാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ സ്ഥാപിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിലാണ്. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും. ഇനി മദ്രാസ് മഹാജൻ സഭ മദ്രാസിലാണ്. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ഇനി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയാണ് ആസ്ഥാനം. ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്, ബദറുദ്ദീൻ തിയാബ്ജി. ഇനി ഈ സംഘടനകൾക്കൊക്കെ ഒരു പോരായ്മയുണ്ടായിരുന്നു. ഇവയെല്ലാം അഖിലേന്ത്യാ സ്വഭാവം ഇവയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങിയിരുന്നു. ധനികരുടെയും മധ്യവർഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടു. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവരുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങി. ധനികരുടെയും മധ്യവർഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടു. അപ്പോൾ ഇനി അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് ഇവർ. അപ്പോൾ 1885 ഡിസംബർ 28 കേട്ടോ, പകൽ 12 മണിന്ന് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് അവിടെയുള്ള വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നത്. അതുപോലെ 72 പേരാണ് ആ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇവർ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ്. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആദിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. അപ്പോൾ ഈ ഒരു സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു. WC ബാനർജിയാണ് ആ ഒരു യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത്. അപ്പോൾ ഇത് ഏതായിരുന്നു സംഘടന? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ INC എന്ന ദേശീയ സംഘടനയുടെ തുടക്കം കുറിച്ച ചരിത്രപ്രധാനമായ സമ്മേളനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഡേറ്റ് നോട്ട് ചെയ്യുക. 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലായിരുന്നു. 72 പേരാണ് പങ്കെടുത്തത്. അധ്യക്ഷത വഹിച്ചതാരാണ്? WC ബാനർജിയാണ്. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവെന്നാണ് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. 72 പേരാണല്ലേ പങ്കെടുത്തത് ആദ്യ സമ്മേളനത്തിൽ. ഇനി INCയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക, അതുപോലെ അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇത് ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല, അതുകൊണ്ട് ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇത് INC സമ്മേളനത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു കേട്ടോ.
ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. പിന്നെന്താണ്, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. WC ബാനർജി ആയിരുന്നു ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. എന്നാൽ INCയുടെ സെക്രട്ടറി ആരായിരുന്നു? അലൻ ഒക്ടേവിയൻ ഹ്യൂമാഡോ, AO ഹ്യൂം. അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P. അനന്ത ചാർലു, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ് എന്നിവർ. ഇവരൊക്കെ ആയിരുന്നു അക്കാലത്തെ INCയുടെ പ്രധാന നേതാക്കൾ കേട്ടോ. എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടത്തിയിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. വിട്ടുകളയാനായിട്ടൊന്നുമില്ല, എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പകുതി ഭാഗം എത്തിയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് കാര്യമുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കട്ടോ. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണേ. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.